കൊച്ചിയിൽ ചേർന്ന PLC യോഗം അവസാനിച്ചു. PLC യോഗം അവസാനിച്ചതിനു ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞ വാക്കുകളിലേക്ക്. PLC ഇന്നത്തേക്ക് പിരിയാനും മറ്റന്നാൾ ഉച്ചയ്ക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കൂടാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ കുറേ പുരോഗതി വന്നിട്ടുണ്ട്. ഇരുഭാഗങ്ങളും എന്തുകൊണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരസ്പരം ബോധ്യപ്പെടുത്താൻ ഉള്ള പോസിറ്റീവായ ചർച്ചകൾ ഇന്നുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഇടപെട്ട് 2 ഭാഗങ്ങളും കേൾക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് കൂടുന്ന PLCയിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ, ആ സമവായത്തിൻ്റെ പാത തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇനി സമവായത്തിൽ എത്തിക്കണം. അതിൻ്റെ പോസിറ്റീവ് സിഗ്നൽ കാണുന്നു. ഇനി ഒരു സമവായത്തിൽ എത്തണം. അല്ല, ഞാൻ എന്നും പറഞ്ഞില്ല. ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. റെഡിയാകത്തില്ലെന്ന് പറഞ്ഞൊരു ചർച്ചയ്ക്ക് പോകാൻ ഒക്കുമോ? റെഡിയാകും എന്ന വിശ്വാസം തന്നെയാണ്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ അടുത്തത് മറ്റന്നാൾ. യഥാർത്ഥത്തിൽ ഇന്ന് ഡിസഗ്രി ചെയ്ത് പിരിയല്ല, എഗ്രി ചെയ്ത് മറ്റന്നാളത്തേക്കിന് ബാക്കി ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന PLC യോഗത്തിൽ തീരുമാനമായില്ല. ബുധനാഴ്ച വീണ്ടും PLC യോഗം ചേരും. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ചേർന്ന 3ാമത്തെ PLC യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ പോലും ഇന്ന് നടന്ന PLC യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി വരെ PLC യോഗത്തിൽ ഇടപെട്ടുകൊണ്ട് സമവായ ശ്രമങ്ങൾക്ക് സാധ്യത തേടി. എന്നാൽ അതൊന്നും നടപ്പായില്ല. അതിനാൽ തന്നെ 3ാമത് ചേർന്ന PLC യോഗവും ഇപ്പോൾ തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. സമവായ സാധ്യതകൾക്കുള്ള പാത തുറന്നു എന്നാണ് യോഗത്തിന് ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ട്. ഒപ്പം തന്നെ ഇന്ന് തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച മറ്റന്നാൾ 2 മണിക്ക് വീണ്ടും PLC യോഗം ചേരും. അന്നത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം തന്നെ ഇന്ന് നടന്ന ചർച്ചയിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. നേരത്തെ തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളുമായും തോട്ടം തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും മന്ത്രി ഷിബു ബേബി ജോണും ആര്യാടൻ മുഹമ്മദും പ്രത്യേകം ചർച്ച നടത്തുകയുണ്ടായി. ഇരുകൂട്ടരെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി. പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം കൂടി മുഖ്യമന്ത്രിയുമായി മന്ത്രിമാർ ആശയവിനിമയം നടത്തി. പിന്നീട് എന്നിട്ടും തീരുമാനമാകാത്ത യാതൊരു സമവായ സാധ്യതയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി PLC യോഗത്തിൽ പങ്കെടുത്തത്. അവസാനത്തെ 1 മണിക്കൂറോളം മുഖ്യമന്ത്രി PLC യോഗത്തിലുണ്ടായിരുന്നു. എങ്കിലും യാതൊരു സമവായ സാധ്യതയും യോഗത്തിൽ ഉരുത്തിരിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും ബുധനാഴ്ച PLC യോഗം ചേരാൻ തീരുമാനമായിരിക്കുന്നത്. അതേസമയം തന്നെ ശക്തമായ സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ നമ്മോട് പ്രതികരിച്ചത്. മിനിമം കൂലിയുടെ കാര്യത്തിൽ, മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലുള്ള, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള അനുകൂലമായ യാതൊരു ധാരണകളും യോഗത്തിലുണ്ടായിട്ടില്ല. അതിനാൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ നമ്മോട് പറയുന്നത്. അതേസമയം തന്നെ പ്രത്യേക പാക്കേജ് എന്ന് മുഖ്യമന്ത്രി നേരത്തെ രാവിലെ പെമ്പിള ഒരുമ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോൾ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചും PLC യോഗങ്ങളിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. പാക്കേജിനെ കുറിച്ച് PLC യോഗത്തിൽ ഒരു കാര്യവും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒരുപക്ഷെ ബുധനാഴ്ച ഇത്തരത്തിലൊരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ മിനിമം വേതനവും ആനുകൂല്യങ്ങളും അടക്കം ഏകദേശം 500 രൂപയെങ്കിലും മിനിമം കൂലി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സമവായ സാധ്യതയാകും ഉണ്ടാവുക എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 തവണയും തീരുമാനമാകാതെ നേരത്തെ PLC യോഗങ്ങൾ പിരിഞ്ഞതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. 3ാം തവണ ചേർന്ന PLC യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സർക്കാരിന് വലിയ പ്രതിസന്ധിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാതെ തുടരുന്നത്. സർക്കാരിന് വലിയ പ്രതിസന്ധിയിലാണ് ആഴ്ത്തുന്നത്. 8 ദിവസമായി സംസ്ഥാന വ്യാപകമായി തോട്ടം തൊഴിലാളികൾ തുടരുന്ന സമരം ശക്തമായി തുടരുമെന്ന് തൊഴിലാളി സംഘടനകളും വ്യക്തമാക്കുന്നു. ഇപ്പോൾ പ്ലാന്റേഷൻ ലേബർ യൂണിയൻ CITU ജനറൽ സെക്രട്ടറി PS രാജൻ ചേർന്നു. PS രാജൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, PS രാജൻ കേൾക്കാമോ? ഹലോ, ശ്രീ PS രാജൻ, ഏത് തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നത്? അല്ല, തിരുവനന്തപുരത്താണ് ചർച്ച നടന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ അവസാനം ഒരു 10 മിനിറ്റ് മാത്രമേ പങ്കെടുത്തുള്ളൂ. രാവിലെ മുതൽ ചർച്ച തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട മന്ത്രി ആര്യാട് മുഹമ്മദിന്റെയും സാന്നിധ്യത്തിൽ നടക്കുകയായിരുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്തൊക്കെ തീരുമാനങ്ങളാണ് ചർച്ചയിൽ എടുത്തിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിനിമം കൂലി 500 രൂപയായിട്ട് ഉയർത്തണമെന്നും DA 6.5 പൈസ എന്നുള്ളത് 10 പൈസയായിട്ട് ഉയർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ആ ആവശ്യത്തിന്റെ മേൽ, തൊഴിലാളികളുടെ ആവശ്യത്തിന്റെ മേൽ ഒരു ചർച്ച നടന്നില്ല. മാനേജ്മെന്റ് 500 രൂപ കൊടുക്കാൻ കഴിയില്ല, തൊഴിലാളികൾ അവരുടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനം വർദ്ധിപ്പിക്കണം, 100 റബ്ബർ മരം കൂടുതൽ വെട്ടണം, 10 കിലോ കൊളുന്ത് കൂടുതൽ എടുക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അവരുന്നയിക്കുകയാണ് ചെയ്തത്. പിന്നെ അവരൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട ചില ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ട്. റബ്ബർ മരം മുറിക്കുന്നതിന് വനം വകുപ്പ് ഈടാക്കുന്ന തുക പിൻവലിക്കണം, റബ്ബർ റീപ്ലാന്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഹാരിസൺ മലയാളംകാരും, അതുപോലെ തന്നെ പ്ലാന്റേഷന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതികളും വൈദ്യുതി ചാർജും കുറയ്ക്കണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ഉന്നയിച്ചു, വീണ്ടും ഉന്നയിച്ചു. ശ്രീ PS രാജൻ, മറ്റന്നാൾ അടുത്ത ചർച്ച നടക്കാൻ പോവുകയാണ്. അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്ന് വെച്ചാൽ തോട്ടം തൊഴിലാളികൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു നിലപാടെടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഇതിനു മുമ്പുള്ള ചർച്ചകൾ നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഗൗരവം അറിയാം. പ്ലാന്റേഷൻ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ക്യാബിനറ്റ് സബ് കമ്മിറ്റി പ്രത്യേകമായി ഒരു യോഗം കൂടിയിരുന്നു. അതിനുശേഷം കൂടിയ ക്യാബിനറ്റ് യോഗവും ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ പ്രശ്നം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം കൂടിയ 2 PLC യോഗത്തിലും വേണമെങ്കിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു. അദ്ദേഹം പങ്കെടുത്തില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ മുതൽ വേണമെങ്കിൽ പങ്കെടുക്കാമായിരുന്നു. അദ്ദേഹം വന്നില്ല. മാനേജ്മെന്റ് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാനേജ്മെന്റിനെ മാത്രം വെച്ചുകൊണ്ട് 2 മന്ത്രിമാരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ 2 കൂട്ടരെ ഒരുമിച്ചിരുത്തിയും ചർച്ച ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി 2 മന്ത്രിമാരും പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വിഷയങ്ങൾ നന്നായി അറിയാം. അദ്ദേഹം അവസാനം PLC യോഗം പിരിയുന്നതിന് തൊട്ട് മുൻപാണ് വന്നത്. എല്ലാം കേട്ടതിന് ശേഷം നാളെ കഴിഞ്ഞ് 3 മണിക്ക് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാൻ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ മനോഭാവം എന്ന് പറയുന്നത്, തൊഴിലാളികൾ ഇങ്ങനെ 25-ാം തീയതി മുതൽ പണിമുടക്കി നിൽക്കുകയല്ലേ. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് പട്ടിണിയിലല്ലേ, ഉൽപാദനം നടക്കുന്നില്ല, ഏലച്ചെടികൾ മുഴുവൻ തകർന്ന് നശിച്ചു പോകും. തേയിലയിലാണെങ്കിൽ കൊളുന്ത് വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ ഉടനെ കൊളുന്തെടുക്കാൻ കഴിയില്ല. റബ്ബറിൽ അത്രയും പ്രശ്നമില്ലെങ്കിൽ പോലും ടാപ്പ് ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ ഈ റബ്ബറിന്റെ വിലത്തകർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമാണ്. അപ്പോ മാനേജ്മെന്റിനെയും തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ പണിമുടക്ക്. എത്രയും വേഗം ഈ പണിമുടക്ക് അവസാനിപ്പിക്കുന്നതിന് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ മുൻകൈ എടുക്കേണ്ടതാണ്. തൊഴിൽ വകുപ്പ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ആര്യാട് മുഹമ്മദിനെ കൂടി പങ്കെടുപ്പിച്ചത്. ഇവർ 2 പേരുടെയും കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഇടപെടണ്ടേ? ഇവിടെ 10% ബോണസാണ് KDHP പ്രഖ്യാപിച്ചത്. കമ്പനി നഷ്ടമാണെന്ന് ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ തൊഴിലാളികളുടെ ആവശ്യം 20% എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് അവിടെ കരാറുണ്ടാക്കി അവർക്ക് 20% ബോണസ് കൊടുത്തു. നഷ്ടമാണെന്ന് മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും 20% ബോണസ് കൊടുക്കാൻ അവർ തയ്യാറായി. അത് അങ്ങനെ തയ്യാറായി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇടപെട്ടിട്ട് അത്യാവശ്യം അങ്ങനെ ബോണസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായി ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാ അല്ലെങ്കിൽ അവർ കൊടുക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിലും അതുപോലെ ഇടപെടൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മുൻകൂട്ടി അങ്ങനെ അതിനുള്ള സമയം ലേബർ യൂണിയൻ CITU ജനറൽ സെക്രട്ടറി PS രാജനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന PLC യോഗത്തിൽ തീരുമാനമായില്ല. ബുധനാഴ്ച വീണ്ടും PLC യോഗം ചേരും. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. മറ്റു വാർത്തയിലേക്ക്. കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ. സർക്കാർ ഭൂമി കയ്യേറിയതിനും വ്യാജരേഖ ചമച്ചതിനും വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണം അനിവാര്യമാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത 9 കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ദേവികുളം SI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശുപാർശ ചെയ്തത്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യാജമാണ്. വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്തത് രാജ്യതാൽപര്യത്തിന് വിരുദ്ധമാണ്. 96,000 ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വ്യാജരേഖയുണ്ടാക്കി കമ്പനി കൈവശം വെച്ചിരിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭൂമി ഇടപാട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനൊപ്പം ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭൂമി സംബന്ധിച്ച് മുഴുവൻ രേഖകളും കോടതി പരിശോധിക്കണം. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഈ നടപടി രാജ്യത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നും സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. ബുധനാഴ്ച കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ബിജെപിയെ പിന്തുണയ്ക്കുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ മുൻ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു. RSS അജണ്ടയ്ക്ക് മുന്നിൽ ഗുരുധർമ്മം അടിയറ വയ്ക്കുന്ന SNDP നേതൃത്വത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താൻ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ബിജെപിയുമായി സഖ്യമുണ്ടാക്കാനുള്ള SNDPയുടെ രാഷ്ട്രീയ നിലപാടിനോട് സംഘടനയ്ക്കകത്ത് വിയോജിപ്പുള്ളവരാണ് കൊച്ചിയിൽ യോഗം ചേർന്നത്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള SNDPയുടെ നിലവിലെ നയപരിപാടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. SN ട്രസ്റ്റിനെതിരെ അഴിമതി കേസ് നിലനിൽക്കെ ഇതിൽ സംശയദൂരീകരണം നടത്താത്ത സംഘടനയുടെ പ്രവർത്തനത്തിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. ബീഫ് കഴിച്ചതിന് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഘപരിവാർ നടപടിയിൽ എതിർപ്പ് രേഖപ്പെടുത്താത്ത SNDP നേതൃത്വത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. SNDP നേതൃത്വത്തിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചതായി SNDP മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥൻ പറഞ്ഞു. ബദലുണ്ടാക്കുക എന്നുള്ളതല്ല, അതിനകത്ത് കാണുന്ന അതിൻ്റെ നേതൃത്വത്തിൽ കാണുന്ന ഈ തെറ്റായ പ്രവണതകൾ, പോക്കുകൾ, ഗുരുദേവൻ്റെ സന്ദേശങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് SNDP യോഗം പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് അതിനെതിരായിട്ടാണ്. വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിൽ SNDPയുടെ അപച്യുതിക്കെതിരെ പ്രവർത്തിക്കാൻ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കമ്മിറ്റികൾക്ക് രൂപം നൽകി. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ മൂന്നാം മുന്നണി അനിവാര്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സാമൂഹ്യനീതി ലക്ഷ്യമാക്കുന്ന മതേതര കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരണം സംബന്ധിച്ച് ചേർത്തലയിൽ ചേർന്ന ആലോചനാ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ നാവ് കടമെടുത്തുള്ള വെള്ളാപ്പള്ളിയുടെ അവഹേളനം നിർത്തണമെന്ന് പിണറായി വിജയൻ. VS അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നത് അഹംഭാവം കൊണ്ടെന്നും RSS ബന്ധമാണ് ഈ ഹീനമായ തലത്തിലേക്ക് വെള്ളാപ്പള്ളിയെ എത്തിച്ചതെന്നും പിണറായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്ക് VSന്റെ മറുപടി. ശിഖണ്ഡി എന്ന് തന്നെ വിളിച്ചത് വെള്ളാപ്പള്ളിയുടെ വിവരക്കേട് കൊണ്ടെന്നും VS. ശ്രീനാരായണീയരും നടേശ ക്ഷേമ സഭയും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റേത് വിഡ്ഢിവേഷം മാത്രമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. VSനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എല്ലാ മര്യാദകളും ലംഘിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSSനെ സന്തോഷിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി VSനും പിണറായിക്കുമെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇത്തരം പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങൾ കേരളം അവജ്ഞയോടെ തള്ളുമെന്നും കോടിയേരി പ്രതികരിച്ചു.